നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പായസത്തിൽ എന്തോ ചതിയുണ്ട്. ചതിയോ? നിനക്ക് വരെ തോന്നുതാ? അല്ലല്ല, അവൾ എന്നെ ചതിച്ചതാ മീനാക്ഷി. ആ പായസത്തിലെ പോയിസൺ ചേർത്തിട്ടുണ്ട്. ആ മീനാക്ഷിനി അങ്ങനെ ചെയ്യോ? അല്ല, ഇവക്കിന് വിശുദ്ധ ഗർഭമായിരിക്കോ? എടാ വൈശാഖേ, ഞാൻ ഒരു അപ്പച്ചാവോടാ. അയ്യോ അയ്യോ മൈഥിലി, എന്തു പറ്റി? എന്താണ്? വാ കഴുക. അയ്യോ മൈഥിലി, കഴുക. വാ. അയ്യോ അയ്യോ, ഡി, നിനക്ക് വല്ല ഗർഭമുണ്ടോ ഡി? ഞാൻ വല്ല ചീത്തയും വിളിക്കുവേ. അയ്യോ എന്റെ വയറ്. അയ്യോ ഷോയോ. നന്ദിനിയെടുത്തി, 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 നന്ദിനിയെടുത്തി. എന്താ എന്താ മൈഥിലി? അത് പിന്നെ മീനാക്ഷി തന്ന ഒരു ഗ്ലാസ് പായസേ ഞാൻ ഇവക്കും കൊടുത്തു. ഇത് അവള് കീരി കുടിക്കുന്ന പോലെ മടപടാന്നങ്ങ് കുടിച്ചു. അപ്പൊ തുടങ്ങി ഓക്കാനുവാ ദേ നിക്കുന്നു. അയ്യോ, എന്താ മൈഥിലി? എനിക്ക് വയ്യ. എനിക്ക് അവള് വിഷം തന്നു. അങ്ങനെയൊന്നും അല്ല, പായസം വയറിന് പിടിച്ചിട്ടുണ്ടാവില്ല. അയ്യോ അതൊന്നും അല്ല. അതെ, ഞാൻ കുറച്ച് ജീരകാരിഷ്ടം തരാം, അപ്പം മാറും. അയ്യോ മൈഥിലി, അയ്യോ എന്റെ വയറേറിയത് ഞാൻ ഇപ്പൊ ചത്തുപോവും. മീനാക്ഷി, നീ ആ മൈഥിലിക്ക് പായസത്തിൽ വല്ലതും ചേർത്ത് കൊടുത്തായിരുന്നോ? സത്യം പറ, നീ എന്താ കൊടുത്തത്? അവക്കിപ്പോ എന്ത് പറ്റി? അവൾക്ക് വോമിറ്റിംഗാ. വോമിറ്റിംഗ് മാത്രല്ല മേ, ലൂസ് മോഷനും ഉണ്ടാവേണ്ടതാ. ദേ, തമാശ കളിക്കുന്ന ഇങ്ങനെയാണോ? ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയ? കുഴപ്പമൊന്നും വരില്ലമ്മേ. ഞങ്ങള് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് പലപ്പോഴും പലരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാ. ഒന്നും പേടിക്കണ്ട. അവക്കൊരു ചെറിയ പണി കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഇത് ഇത്തിരി കൂടുതലാ കേട്ടോ. നമുക്കൊരു കൾച്ചറുണ്ട്, അത് വിട്ട് കളിക്കരുത്. അമ്മ പറയും പോലെ അല്ല, കൊടുക്കേണ്ടത് അപ്പ കൊടുക്കണം. പക്ഷേ ഞാനാണിത് തന്നെന്ന് ഒരു മനുഷ്യജീവി അറിയരുത്. അതൊന്നുമില്ല, നോക്കട്ടെ. മീനാക്ഷി, നീ ആ മൈഥിലിക്ക് പായസത്തിൽ വല്ലതും ചേർത്ത് കൊടുത്തായിരുന്നോ? സത്യം പറ, നീ എന്താ കൊടുത്തത്? അവക്കിപ്പോ എന്ത് പറ്റി? അവൾക്ക് വോമിറ്റിംഗാ. വോമിറ്റിംഗ് മാത്രല്ല മേ, ലൂസ് മോഷനും ഉണ്ടാവേണ്ടതാ. തമാശ കളിക്കുന്ന ഇങ്ങനെയാണോ? ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. എങ്ങനെയുണ്ട്? ഇവളെ ഞാൻ തട്ടും. പിന്നെ നീ ഞൊട്ടും. നടക്കുന്ന കാര്യം വല്ല നീ പറ. അമ്മ ആ വീഡിയോ ഒന്ന് എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേ. അയച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആ മീനാക്ഷി പൊരിക്കും. നീ പൊരിക്കുകയോ വറുക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിക്കരുത്. ഒരു ഉപകാരം ചെയ്തതിന് എനിക്ക് മറുപാര വരരുത്. മീനാക്ഷി, കുഞ്ഞിന് ഫുഡ് കൊടുത്തോ?
കുഞ്ഞുറക്കല്ലേ, ഉണർന്നിട്ട് കൊടുക്കാം. ആ ഉണരട്ടെ. ഇന്നെന്താ ചപ്പാത്തിയും ചിക്കനും ആണോ? എന്താ അത് പോരെ നിനക്ക്? ആ മതി മതി. എന്താണെന്ന് തിരക്കുന്നേ ഉള്ളൂ. വിളമ്പി കൊടുക്കും മോളെ. ആ 2 മതിയോ? ആ ആ. ആ മതി മതി. കാർത്തി ആ മൈഥിലിയോ? ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ കഴിക്ക്. മീനാക്ഷി നീ ഇവിടെ ഇരിക്കെ. ഇല്ല, ഞാനിരിക്കുന്നില്ല. മൈഥിലിയോട് ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞത് പഴയ ബന്ധമൊന്നും ഓർത്തിട്ടല്ല. എല്ലാവർക്കും അറിയാം ഇവൾ ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന്. ഡിവോഴ്സ് കഴിയുന്നത് വരെ ഇവൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. മീനാക്ഷി ആഹാരം കൊടുക്ക. അവളുടെ കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ല, എടുത്തു കഴിച്ചോളൂ. അതിഥികൾ ആരാണെങ്കിലും ആഹാരം കൊടുക്കുമ്പോ അവരോട് മര്യാദ കാണിക്കണം. ഞാനിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു കാർത്തി. വോമിറ്റിംഗ് ആയിരുന്നു. ആന്ത് പറ്റി? എനിക്കാരോ പോയിസൺ കലക്കി തന്നു പായസത്തില്. പായസത്തിൽ പോയിസൺ കലക്കി തന്നോ? അത്തരം ആൾക്കാരൊന്നും ചെമ്പകമംഗലത്തില്ലല്ലോ. ഞാൻ പറയുന്ന സത്യം കാർത്തി. അല്ലെങ്കിൽ മീനാക്ഷിയോട് ചോദിച്ചു നോക്ക്. മീനാക്ഷിയെ പായസം ഉണ്ടാക്കിയത്. ഇന്നിവിടെ പായസം ഉണ്ടാക്കി. ഏട്ടനും അത് കുടിച്ചതല്ലേ? എല്ലാവരും അത് കുടിച്ചു. പിന്നെ ഇവക്ക് മാത്രം അതിൽ പോയിസൺ ഉണ്ടെന്ന് തോന്നിയത് എന്താ? മീനാക്ഷി ഉണ്ടാക്കിയ പായസമാണെന്നും പറഞ്ഞ് മാലതി അമ്മായിയാ എനിക്കത് കൊണ്ടു തന്നത്. ഇനി മാലതി ചെറിയമ്മ അതിൽ വല്ലതും കലക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സാരമില്ല മൈഥിലി, ഇപ്പൊ അത് മാറിയല്ലോ. തീർത്തും മാറിയിട്ടില്ല. എന്നാലും ഭക്ഷണം കഴിക്കുക. തീർത്തും കുറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം. അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ അരിഷ്ടം കൊടുത്തിരുന്നു. അതുകൊണ്ടാ കുറെ കുറഞ്ഞത്. ശരി മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.